മുഹിമാത്ത് വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വായിക്കുന്നത് മുഖ്താർ സുള്യ. പ്രധാന വാർത്തകൾ. ഹൈദരാബാദ് സ്ഫോടനം, യാസീൻ ഭട്കൽ അടക്കം 5 പേർ പിടിയിൽ. ദുരന്ത മുഖവുമായി ചെന്നൈ, മരണം 18ലേക്ക് ഉയർന്നു. അണക്കെട്ട് കരാർ, മന്ത്രി റിജുവിനെതിരെ 450 കോടി രൂപയുടെ അഴിമതി ആരോപണം. പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി നടപ്പാക്കാൻ തീരുമാനം. കത്തോലിക്ക സഭയിൽ ദലിതർ നേരിടുന്ന അവഗണനയ്ക്കെതിരെ CBCI. ബേവിഞ്ചയിൽ ടാങ്കർ ലോറി അപകടം, ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞങ്ങാട് 500 രൂപയുടെ കള്ളനോട്ട്, മത്സ്യവിൽപ്പനക്കാരി കബളിപ്പിക്കപ്പെട്ടു. മഹ്ഫിലെ ഇശൽ വിരുന്ന് ഇന്ന് പരിസമാപ്തി കുറിക്കും. സ്പോർട്സ്, ഡിവില്ലേഴ്സ് രാജിവെച്ചു. പുതിയ ക്യാപ്റ്റനായി ഡ്യൂപ്ലിസിയെ തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഹൈദരാബാദ് സ്ഫോടനം, യാസീൻ ഭട്കൽ അടക്കം 5 പേർ പിടിയിൽ. ഹൈദരാബാദ് നഗരത്തിലെ വാണിജ്യ മേഖലയായ ദിൽസുഖ് നഗറിൽ 18 പേരുടെ മരണത്തിനിടയാക്കിയ ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യൻ മുജാഹിദീൻ ഭീകരരായ യാസീൻ ഭട്കലും മറ്റു 4 പേരും കുറ്റക്കാരാണെന്ന് പ്രത്യേക NIA കോടതി കണ്ടെത്തി. ശിക്ഷ 19 വിധിക്കുമെന്നും വെളിവാക്കി. ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യൻ മുജാഹിദീൻ അംഗങ്ങൾക്കെതിരായ ആദ്യത്തെ കോടതി വിധിയാണിത്. യാസീനും മറ്റു പ്രതികളായ ഉത്തർപ്രദേശിലെ അസദുള്ള അക്തർ, പാകിസ്ഥാനിലെ സിയാവുർ റഹ്മാൻ, ബീഹാറിലെ തഹ്സീൻ അക്തർ, മഹാരാഷ്ട്രയിലെ ഹൈസാൻ ഷെയ്ഖ് എന്നിവരെയും പോലീസ് പിടികൂടി. എന്നാൽ വിരോധിത സംഘടനയുടെ സ്ഥാപകനും സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകാരനും കേസിലെ 1-ാം പ്രതിയുമായ റിയാസ് ഭട്കൽ ഇതുവരെയായിട്ടും ഒളിവിലാണ്. ഇയാൾ കറാച്ചിയിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. ദുരന്തമുഖവുമായി ചെന്നൈ, മരണം 18ലേക്ക് ഉയർന്നു. ചെന്നൈ ഇതൊരു നഗരമല്ല, മരങ്ങളുടെ ശവപ്പറമ്പാണ്. വർദ്ധ ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് എങ്ങും മരങ്ങളെല്ലാം ചില്ലകളെല്ലാം വീണുകിടക്കുന്നു. പൊട്ടിവീണ ഫോനും വൈദ്യുതി ലൈനുകളും തകർന്നു വീണ കൂറ്റൻ പരസ്യ ബോർഡുകളും ചെന്നൈയിലെങ്ങും. ചുഴലിക്കാറ്റിൻ വിതച്ച നാശത്തിന്റെ മറ്റൊരു ദുരന്തമുഖമാണ്. സംസ്ഥാനാകെ മരണം 18ലേക്ക് ഉയർന്നു. ചെന്നൈയിൽ ഉൾപ്പെട്ട വടക്കൻ ജില്ലകളിൽ സംഹാര താണ്ഡവമാടിയ കാറ്റിൽ 6700 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വാണിജ്യ സംഘടനയായ ആസോചം അറിയിച്ചു. അണക്കെട്ട് കരാർ, മന്ത്രി റിജുവിനെതിരെ 450 കോടി രൂപയുടെ അഴിമതി ആരോപണം. ന്യൂഡൽഹി, കേന്ദ്ര ആഭ്യന്തര